ഇത് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് ഈ രണ്ട് ക്ലോസുകൾ കാണുമല്ലോ. ആസിഫ് നടുക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ക്ലോസ് കാണും, ശേഷം ഒരു ക്ലോസ് കാണും. ഒരു ഡിവൈൻ പ്രൊഫഷനാണ് അധ്യാപകനാകുക എന്നുള്ളത്. ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമാണെന്ന് കരുതുന്നവരാണ് നമ്മളെല്ലാവരും. മുമ്പിൽ V2 വന്നാൽ ശേഷം ഹാർഡ് പ്ലസ് V3 ഉപയോഗിക്കണം. ആൻസറായിട്ട് വരുന്നത് ഹാഡ് ഡ്രങ്ക് എന്നുള്ളതാണ്. എന്താണ് വരുന്നത്? ഹാഡ് ഡ്രങ്ക്. ഈ തുടക്കത്തിൽ വരുന്ന ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം ഇവയ്ക്ക് ശേഷം ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ് എന്ന ഫോമിൽ എഴുതണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ.കെ. തഴവ. LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി വീണ്ടും ഒരു സൂപ്പർ 6 ചലഞ്ചുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ സൂപ്പർ 6 ചലഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ക്ലാസ്സുകൾ വരുന്നതെന്ന്. 1-8 ദിവസങ്ങളിൽ ആയിട്ട് 6 ക്ലാസ്സുകൾ, 6 വ്യത്യസ്തമായ ടോപ്പിക്, LP-UP പരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അതിനുശേഷം നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ളൊരു പരീക്ഷയും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നതായിരിക്കും. സോ നിങ്ങൾക്കറിയാം LP-UPയുടെ പരീക്ഷ ഉടനെ തന്നെ ഉണ്ടാകും. ഒരു ഡിവൈൻ പ്രൊഫഷനാണ് അധ്യാപകനാകുക എന്നുള്ളത്. ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമാണെന്ന് കരുതുന്നവരാണ് നമ്മളെല്ലാവരും. സോക്രട്ടീസിൻ്റെയും കൺഫ്യൂഷ്യസിൻ്റെയും അതുപോലെ ജീസസ് ക്രൈസ്റ്റിൻ്റെയൊക്കെ പാത പിന്തുടരുന്നതിനേക്കാൾ മഹത്തരമായിട്ട് മറ്റൊന്നുമില്ല. സോ അങ്ങനെ ഒരു ഡിവൈൻ പ്രൊഫഷനിലേക്ക് കാലുകുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു കടമ്പ ഇത് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിരവധി ഒഴിവുകളുണ്ട്. പഠനം നമ്മൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. പഠനം അതേപോലെ തന്നെ മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും വിശ്രമിക്കാൻ പാടില്ല. പരീക്ഷ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. സോ വീണ്ടും നമ്മൾ ഇംഗ്ലീഷ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു റിവിഷൻ ആവട്ടെ, പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഇതൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് വ്യത്യസ്തമായ 2 ഭാഗങ്ങളാണ്. ഒരു ടോപ്പിക്കിൽ നിന്നുള്ളതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. ടോപ്പിക്കിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ലിങ്കേഴ്സ് എന്നാണ്. ലിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻസ് അതിനകത്ത് വരുന്നതാണ്. കണക്റ്റിംഗ് വേർഡ്സ് ആണ് ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യത്തെ ഈ സൂപ്പർ 6 ചലഞ്ചിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ എന്നാണ് ഈ ടോപ്പിക്കിൻ്റെ പേര്. ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ. എന്താണ് ആസിഫ്, ആസ്ദോ? ഇത് രണ്ടും ഒരു ടോപ്പിക്ക് തന്നെയാണോ? അതെ, ഏകദേശം സെയിം ആണ്. കാരണം ഇതിൻ്റെ മീനിങ് രണ്ടും സെയിം ആണ്. ഉപയോഗിക്കുന്നതും സെയിം രീതിയിലാണ്. ഒരേ ഗ്രാമർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആസിഫ് ആസ്ദോ എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അതുപോലെ, ഇതുപോലെ എന്ന അർത്ഥത്തിലാണ് ആസിഫ് ആസ്ദോ എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. ആസിഫ് ആസ്ദോ ഇവ 2 ക്ലോസുകളുടെ മധ്യത്തിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ്. 2 ക്ലോസുകളുടെ മധ്യത്തിലാണ് ഈ കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് കൺജങ്ഷൻസ് അല്ലെങ്കിൽ ഈ ലിങ്കേഴ്സ് സാധാരണ മധ്യത്തിൽ വരാം, തുടക്കത്തിലും വരാം. ഇപ്പം ഈഫ് എന്ന് പറയുന്ന കൺജങ്ഷൻ തുടക്കത്തിൽ വരുന്നതാണ്. ഇഫ് യു വർക്ക് യു വിൽ പാസ്. എന്നാൽ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ മധ്യത്തിൽ വരുന്ന ഒരു കൺജങ്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 തരത്തിൽ വരാം. ഈ ആസിഫ് ആസ്ദോ സെൻറ്റൻസിൻ്റെ മധ്യത്തിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ക്ലോസിൻ്റെ തുടക്കത്തിലായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കൺജങ്ഷനാണ്. ഇനി ഇതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അതായത് ആസിഫിന് മുമ്പിൽ V1 വന്നാൽ ആസിഫിന് ശേഷം V2 ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം എഴുതി കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഹീ ബിഹേവ്സ് ആസിഫ് ഹീ വെയർ മാഡ്. ഇതാണ് ഒരു ഉദാഹരണം. അപ്പോൾ ഉദാഹരണം എന്തിനാണ് കാണിച്ചതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രയോഗം, ഈ ആസിഫ് എന്ന് പറയുന്ന പ്രയോഗം എവിടെ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആസിഫ് എന്ന് പറയുന്ന പ്രയോഗം വരുന്നത് മധ്യത്തിലാണ്, സെൻറ്റൻസിൻ്റെ മധ്യത്തിൽ. ഹീ ബിഹേവ്സ് ആസിഫ് ഹീ വെയർ മാഡ്. അർത്ഥം അവൻ പെരുമാറുന്നു ആരെപ്പോലെ, ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നു എന്നാണ് അർത്ഥം. അവൻ എന്ന് വെച്ചാൽ റിയാലിറ്റി അവൻ ഭ്രാന്തനല്ല, അവൻ ഭ്രാന്തനെ പോലെ പെരുമാറുന്നു. ആസിഫ് ആസ്ദോയും ഇതേ സ്ഥലത്ത് ആസ്ദോയും ഉപയോഗിക്കാം. ഹീ ബിഹേവ്സ് ആസ്ദോ ഹീ വെയർ മാഡ് എന്ന് പറയാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് ഈ 2 ക്ലോസുകൾ കാണുമല്ലോ. ആസിഫ് നടുക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ക്ലോസ് കാണും, ശേഷം ഒരു ക്ലോസ് കാണും. ആ 2 ക്ലോസുകളും എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ആസിഫിന് മുമ്പുള്ള ക്ലോസിൽ V1 വന്നാൽ, പ്രസൻറ്റ് വന്നാൽ, ആസിഫിന് ശേഷമുള്ള ക്ലോസിൽ പാസ്റ്റ് ആയിരിക്കും. അതായത് പ്രസൻ്റ് ആണ് മുമ്പിൽ വരുന്നതെങ്കിൽ ശേഷം പാസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇമാജിനറി കണ്ടീഷനായിട്ട് വരുന്നതുകൊണ്ടാണ്. മുമ്പിൽ V1 വന്നാൽ ശേഷം V2 ആയിരിക്കും. ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത് അത്. രണ്ടാമത്തെ കാര്യം, മുമ്പിൽ V2 ആണെങ്കിൽ ശേഷം ഹാർഡ് പ്ലസ് V3 ആയിരിക്കും. അതായത് ആദ്യം V1 വന്നാൽ ഇവിടെ V2 ആയിരിക്കും, V2 വന്നാൽ ഹാർഡ് പ്ലസ് V3 എന്നും ആയിരിക്കും. അത് പഠിച്ചു വെക്കുക. ഒരു കാര്യവും കൂടെ പഠിച്ചു വെക്കണം. അതായത് ഈ ഈസാമാർ വാസ് വെയറിനകത്ത് V2 എന്ന് പറയുന്നത് വാസും വെയറുമാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. പാസ്റ്റ് എന്ന് വരുന്നത് വാസ് ആൻഡ് വെയർ ആണ്. ഇത് രണ്ടുമാണ് പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസിഫിന് ശേഷം
ഏത് സബ്ജക്റ്റ് വന്നാലും വേർ ഉപയോഗിക്കാം എന്നൊരു റൂളുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഐയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കെല്ലാം അറിയാം ഐയുടെ കൂടെ 99% എടുത്ത് ഉപയോഗിക്കുന്നത് ഐ വാസ് എന്നാണ്. ഞാൻ ഇന്നലെ പ്രസൻ്റ് ആയിരുന്നു, ഐ വാസ് പ്രസൻറ്റ് എസ്റ്റർഡേ. ഞാൻ ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നു, ഐ വാസ് ആബ്സെൻ്റ് എസ്റ്റർഡേ. അങ്ങനെ നമ്മൾ ഐയുടെ കൂടെ മിക്കവാറും ഉപയോഗിക്കുന്നത് വാസാണ്, അല്ലെങ്കിൽ പാസ്റ്റിൽ ഉപയോഗിക്കുന്നത് വാസാണ്. എന്നാൽ ഐയോടൊപ്പം വേണമെങ്കിലും വേർ ഉപയോഗിക്കാം, വാസ് ഉപയോഗിക്കരുത്. അതാണ് ആസിഫിൻ്റെ റൂൾ. ഇനി ഹീ വന്നാലും ഉപയോഗിക്കാം. ഹീയോടൊപ്പം നമ്മൾ വാസാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ വേണമെങ്കിൽ ഹീയോടൊപ്പം വേർ ഉപയോഗിക്കാവുന്ന ഒരു കേസാണ്. ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് നോക്കൂ. ഹീ ബിഹേവ്സ് ആസിഫ് ഹീ വെയർ മാഡ്. ഓപ്ഷനകത്ത് വരുന്നത് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻ വരാൻ സാധ്യതയുള്ളൂ. 4 ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ ഞാൻ 5 എണ്ണം എഴുതിയെന്നേ ഉള്ളൂ. ഈസും ആമും ആറും വരത്തില്ല, കാരണം ബിഹേവ്സ് എന്ന് പറയുന്നത് V1 ആണ്. ബിഹേവ്സ് V1 ആകുമ്പോൾ അപ്പുറത്ത് V2 വരണം. അതായത് ഏതാണത്? ബിഹേവ്ഡ്, ബിഹേവ്സ് വരുമ്പോൾ അപ്പുറത്ത് V2 വരണം. V2 എന്ന് പറഞ്ഞാൽ വാസും വേറുവാ. ഏത് സബ്ജക്റ്റ് വന്നാലും വേർ ഉപയോഗിക്കാം. ഐ വന്നാലും ഹീ വന്നാലും വേർ ഉപയോഗിക്കാം. വേറാണ് V2. എന്നാൽ ഇത് നോക്കൂ, ഹീ ബിഹേവ്ഡ്, അതായത് V2 വന്നാൽ, ഇവിടെ V2 വന്നാൽ അപ്പുറത്ത് ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഹാഡ് പ്ലസ് V3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാഡ് V3. ഹീ ബിഹേവ്ഡ് ആസിഫ് ഹീ ഹാഡ് ബീൻ മാഡ്. ഈസാമാർ വാസ് വെയറിൻ്റെ V3 ആണ് ബീൻ. ഹീ ഹാഡ് ബീൻ മാഡ് എന്ന് പറയും. അപ്പോൾ നോക്കൂ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഒരിക്കൽ കൂടെ പറയാം. ആസിഫ് ഒരു ലിങ്കറാണ്, കൺജങ്ഷനാണ്. ആസിഫിന് ആസിഫ് 2 ക്ലോസുകളുടെ മധ്യത്തിൽ ഉപയോഗിക്കുന്നു. ആസിഫിന് തൊട്ട് മുമ്പുള്ള ക്ലോസിൽ V1 വന്നാൽ ശേഷമുള്ള ക്ലോസിൽ V2 ഉപയോഗിക്കും. ആസിഫിന് തൊട്ട് മുമ്പ് V2 വന്നാൽ ശേഷം ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു കാരണവശാലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. മുമ്പിൽ V1 വന്നാൽ ശേഷം V2, മുമ്പിൽ V2 വന്നാൽ ശേഷം ഹാഡ് പ്ലസ് V3. പിന്നെ പഠിക്കേണ്ട കാര്യം, വാസും വേറും തരികയാണെങ്കിൽ ആസിഫിന് ശേഷം വരാൻ സാധ്യതയുള്ളത് വേറാണ്. V2 ആണെങ്കിൽ വേറായിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ ആസിഫിന് ശേഷം ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ വേർ ഉപയോഗിക്കാം. ഐയുടെ കൂടെ, ഹീയുടെ കൂടെ, ഷീയുടെ കൂടെയൊക്കെ വേർ ഉപയോഗിക്കാം എന്നൊരു റൂൾ ഇംഗ്ലീഷിലുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ടോപ്പിക്ക് അവസാനിക്കുന്നില്ല, ഒരു ടോപ്പിക്ക് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹീ വാക്ക്ഡ് ആസിഫ് ഹീ ഡാഷ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹീ വാക്ക്ഡ്, വാക്ക്ഡ് V2 ആണ്. ഡ്രാങ്ക്, ഡ്രിങ്ക്, ഹാഡ് ഡ്രങ്ക്, വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? മുമ്പിൽ V2 വന്നാൽ ശേഷം ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കണം. ആൻസറായിട്ട് വരുന്നത് ഹാഡ് ഡ്രങ്ക് എന്നുള്ളതാണ്. എന്താണ് വരുന്നത്? ഹാഡ് ഡ്രങ്ക്. ഹീ ബിഹേവ്സ് ആസിഫ് ഹീ ഡാഷ് എ മില്യണെയർ. ബിഹേവ്സ് എന്ന് പറയുന്നത് എന്താണ്? V1 ആണ്. അപ്പം ബിഹേവ്സ് എന്ന് പറയുന്ന V1 ശേഷം ഉപയോഗിക്കുന്നത് ഈസാമാർ വാസ് വെയർ. ഏതാണ് ഉപയോഗിക്കുന്നത്? ബിഹേവ്സ് V1 ആയതുകൊണ്ട് ഈസാം വാസ് വെയർ. ഈസ് വരത്തില്ല, ആം വരത്തില്ല, വാസ് വെയർ വരാം. ഐ വന്നാലും ഹീ വന്നാലും ഏത് വന്നാലും വേർ ഉപയോഗിക്കണം. അതുകൊണ്ട് ആൻസർ വേറാണ്. ഇവിടെ ഹാഡ് ഡ്രങ്കുമാണ്. ഈ ഒരു ചോദ്യം മാത്രമാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം 10 മാർക്കിനാണ് ഇംഗ്ലീഷുള്ളത്. ഒരു 4-5 മാർക്കിന് ഗ്രാമർ ചോദിക്കും. ഈ ചോദ്യം ലിങ്കേഴ്സ് എന്നുള്ള ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു കാര്യം കൂടെ, ആസിഫ് ഓർ ആസ്തോയിന് ശേഷം ഐ വന്നാൽ വേർ ഉപയോഗിക്കണം. അപ്പോൾ ഈ ആസിഫ് വന്നാലും ആസ്തോ വന്നാലും, ഞാൻ ആസിഫിൻ്റെ എക്സാമ്പിൾ മാത്രമേ കാണിച്ചുള്ളൂ എങ്കിലും ആസിഫ് വന്നാലും ആസ്തോ വന്നാലും നമുക്ക് വേറെ ഉപയോഗിക്കാം. യാതൊരു തെറ്റുമില്ല. പഠിച്ചു വെക്കുക. ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അത് ഹാർഡ്ലി വെൻ ആണ്. ഹാർഡ്ലി വെൻ എന്ന് പറയുന്നത് കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഹാർഡ്ലി കോമയല്ല, ഹാർഡ്ലിക്ക് ശേഷം വെൻ ഇങ്ങനെ വരും. ഹാർഡ്ലി വെൻ ഇത് കോറിലേറ്റീവ് കൺജങ്ഷനാണ്. കോറിലേറ്റീവ് ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും നെഗറ്റീവ് വേർഡ്സ് ആണെന്ന് ധരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, അത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ അത് നെഗറ്റീവുമാണ്, അതൊരു ലിങ്കറുമാണ്, അതൊരു കോറിലേറ്റീവ് കൺജങ്ഷനാണ്. ആ 2 ക്ലോസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കും. ഹാർഡ്ലി വന്നാൽ അപ്പുറത്ത് വെൻ ഉപയോഗിക്കും. ഹാർഡ്ലിക്ക് ശേഷം ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ് എന്ന ഫോമിൽ തുടങ്ങുക. ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യം ഇതാ. ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാമത്തെ ക്ലോസിൽ വെൻ വരും, അതും പഠിച്ചു വെക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർഡ്ലി ഡാഷ് റീച്ച്ഡ് ഹോം വെൻ ഹി ഫെൽ അസ്ലീപ്പ്. ഹാർഡ്ലി ഡാഷ് ഹി റീച്ച്ഡ് ഹോം വെൻ ഹി ഫെൽ അസ്ലീപ്പ്. പഠിക്കേണ്ട കാര്യം, ഹാർഡ്ലി തുടക്കത്തിൽ വരും, അടുത്ത ക്ലോസ് തുടങ്ങുന്നിടത്ത് വെൻ വരും. ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് അവിടെ എല്ലാം ചോദ്യം വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹാർഡ്ലിക്ക് ശേഷം ആദ്യ ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ് എന്ന ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഹാർഡ്ലിക്ക് ശേഷം ആദ്യ ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. ഹാർഡ്ലി ഇവിടെ ഹീ ഹാസ് വരത്തില്ല, ഹീ ഹാഡ് വരത്തില്ല, ഹാഡ് ഹീ വരത്തില്ല. പിന്നുള്ളത് ഹാഡ് ഹീ ആണ് കറക്റ്റ് ആൻസർ. ആദ്യ ഓക്സിലറി വെർബ് ഹാഡ്, പിന്നെ സബ്ജക്റ്റ്. ഹാർഡ്ലി ഹാഡ് ഹീ റീച്ച്ഡ് ഹോം വെൻ ഹീ ഫെൽ അസ്ലീപ്പ് എന്ന് പറയും.
മനസ്സിലായോ? അപ്പോൾ ഹാർഡ്ലിയിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് വെന്നിൽ തുടങ്ങും. ആദ്യം പഠിക്കേണ്ട കാര്യം. ഇവിടെയും ഡാഷ് ഇട്ട് ചോദിക്കാം. ഹാർഡ്ലിക്ക് ശേഷം ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഓക്സിലറി വെർബ് എന്നാണ് രണ്ടിടത്ത് കൊടുത്ത്, ഇവിടെ മാത്രമാണ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ്, അങ്ങനെ എഴുതാവുള്ളൂ. ഇനി എന്താണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം? അവൻ വീട്ടിലെത്തിയില്ല, അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു. അപ്പോൾ നെഗറ്റീവ് പറയാം, അവൻ വീട്ടിലെത്തിയില്ല, അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു എന്ന് പറയുമ്പോഴാണ് ഹാർഡ്ലി ഹാഡ് ഹി റീച്ച്ഡ് ഹോം വെൻ ഹി ഫെൽ അസ്ലീപ്പ് എന്ന് പറയുന്ന പ്രയോഗത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹാർഡ്ലി ഡിഡ് ഹി എൻ്റർ ദ റൂം ഡാഷ് ഹി ഫെൽ അസ്ലീപ്പ്. ഹാർഡ്ലി ഡിഡ് ഹി എൻ്റർ ദ റൂം. സോ ഇങ്ങോട്ട് നോക്കൂ, ഡിഡ് ഹി എൻ്റർ ഇവിടെ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡിഡ് ഹി എൻ്റർ ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്ലോസിൻ്റെ തുടക്കത്തിൽ എന്ത് വരുമെന്ന ഹാർഡ്ലിക്ക് ശേഷം ഉപയോഗിക്കുന്ന കോറിലേറ്റീവ് വെൻ തന്നെയാണ്. ഹാർഡ്ലി വെൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്, പഠിച്ചു വെക്കുക. ഹാർഡ്ലി കൂടാതെ സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, അതും നെഗറ്റീവ് വേർഡ്സ് ആണ്. എന്നാൽ ഈ വാക്കുകളിൽ തുടങ്ങിയാലും ഈ റൂള് എല്ലാം ആപ്ലിക്കബിൾ ആണ്. അതായത് ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം ഇവയിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് വെന്നിൽ തുടങ്ങുമെന്ന് മാത്രമല്ല, ഈ തുടക്കത്തിൽ വരുന്ന ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം ഇവയ്ക്ക് ശേഷം ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ് എന്ന ഫോമിൽ എഴുതണം. കൂടുതലും പാസ്റ്റ് ആയിരിക്കും, കാരണം പാസ്റ്റ് കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റും വരാറുണ്ട്. പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, സെൽഡം ഡസ് ഹി ആണോ സെൽഡം ഹീ ഡസ് ആണോ എന്ന് ചോദിച്ചു. പ്രസൻറ്റും വരാറുണ്ട്. സെൽഡം ഡസ് ഹി എന്നേ വരൂ, ഒരിക്കലും ഹീ ഡസ് എന്ന് വരത്തില്ല. അപ്പോൾ ഈ ടോപ്പിക്ക് ഓക്കെ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് നമ്മൾ പഠിച്ചത്, ഇന്നത്തെ സൂപ്പർ 6 ചലഞ്ചിൻ്റെ ആദ്യത്തെ ദിവസം 2 കൺജങ്ഷൻസ് ആണ് പഠിച്ചത്. ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ആസിഫ്, ആസ്ദോ. അത് 2 എണ്ണം ആണെങ്കിലും ഒറ്റ റൂൾ ആയതുകൊണ്ട് ഒന്നായിട്ട് എടുക്കാം. ആസിഫ് ആസ്ദോ പോലെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. 2 ക്ലോസുകളുടെ മധ്യത്തിൽ ഉപയോഗിക്കുന്നു. ഹി ബിഹേവ്സ് ആസ് ഇഫ് ഹി വെയർ മാഡ്. എന്താണ് റൂള്? ആസിഫിന് മുമ്പിലുള്ള സെനൻസിൽ V1 വന്നാൽ ശേഷമുള്ള സെനൻസിൽ V2 ഉപയോഗിക്കണം. ആസിഫിന് മുമ്പിലുള്ള സെനൻസിൽ V2 വന്നാൽ ശേഷമുള്ള സെനൻസിൽ ഹാർഡ് പ്ലസ് V3 ഉപയോഗിക്കണം. ഇതാണ് റൂള്. പിന്നെ വളരെ പ്രധാനപ്പെട്ട റൂളുണ്ട്. ആസിഫിന് ശേഷം ഏത് സബ്ജക്റ്റ് വന്നാലും V2 ഉപയോഗിക്കുമ്പോൾ വാസ് അല്ല വേർ ഉപയോഗിക്കാം. ഈവൻ ഐ വന്നാലും വേർ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ താഴെ കാണും. ഈ യൂട്യൂബിൻ്റെ താഴെ പിന്നെ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട്. അതുവഴി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുമായിട്ട് മാർക്കും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആൻസർ അറിയാം. നിങ്ങൾക്ക് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യാം. സോ രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ പഠിച്ചത് ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം. ഇവയെല്ലാം കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. ഇവ തുടക്കത്തിൽ വന്നാൽ നെഗറ്റീവ് തന്നെയാണ്, പക്ഷേ ഇവ തുടക്കത്തിൽ വന്നാൽ അടുത്ത ക്ലോസ് വെന്നിൽ തുടങ്ങും എന്നൊരു റൂളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി ഇവയിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ അതിന് ശേഷം ഉടനെ വരുന്നത് എന്തായിരിക്കും? ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന ഫോമിലായിരിക്കും. ഡിഡ് ഹി അല്ലെങ്കിൽ ഹാഡ് ഹി. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന ഫോമിൽ ഉപയോഗിക്കണം എന്നൊരു റൂളുണ്ട്. ഇത് രണ്ടും പഠിച്ചു വെക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. സോ ഈ സൂപ്പർ 6 ചലഞ്ച് നിങ്ങൾ സ്വീകരിക്കുക. എല്ലാ ദിവസവും മുടങ്ങാതെ കാണുക. ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും നമ്മളിത് കൊണ്ടുവരാൻ പോകുന്നത്. 12 ദിവസമായിട്ടായിരിക്കും 6 ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത്. ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതെന്ന് ഓർക്കുക. അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള 2 ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂപ്പർ 6 ചലഞ്ചിലൂടെ എത്തുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയുള്ള ചലഞ്ചുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. മുന്നോട്ട് പോകുക. ഓൾ ദി ബെസ്റ്റ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.